പനീർ ഇഷ്ടപ്പെടാത്തവർക്കും പനീർ ബട്ടർ മസാല ഹേറ്റേഴ്സിന് പറ്റിയൊരു പനീർ മസാല കണ്ടാലോ. ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് ചൂടാക്കി അതിലോട്ട് കുറച്ച് ബട്ടർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഇല്ല വെച്ച് ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിലോട്ട് ഒരു 2 ഏലക്ക, ഒരു 3 ഗ്രാമ്പു, അതുപോലെ തന്നെ 2-3 കഷ്ണം പട്ട. ഇനി പട്ടയുടെ തന്നെ ഇലയില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കാം. ബേ ലീഫ്, എനിക്കിതിന് മലയാളം പേര് മറന്നു കേട്ടോ. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തതാണ്, അതും കൂടി ചേർത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിനെന്തോ ഒരു ചെറിയൊരു ബ്രൗൺ നിറം എന്നല്ലേ, അത് വേറെ ഒന്നുമില്ല, ബട്ടർ കരിഞ്ഞു പോയി. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ലോ ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടി പറഞ്ഞത്. ഇനി ഇതിലോട്ട് ഒരു 2 സവാള, പനീർ സ്ക്വയർ ആയതുകൊണ്ട് സവാള നീളത്തിൽ കട്ട് ചെയ്യേണ്ട, ഏകദേശം ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് കുറച്ച് നന്നായിട്ടൊന്ന് വഴറ്റിട്ട് കുറച്ച് ഉപ്പിട്ട് വെച്ചാൽ പെട്ടെന്ന് വഴറ്റി കിട്ടും. തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെക്കാൻ പാടുള്ളൂ, മീഡിയം ടു ലോ ഫ്ലെയിം. ഉപ്പ് ചേർക്കും കുറച്ച് ലേറ്റായി പോയി, അതാണ് ഞാൻ ഇപ്പം ചേർത്തത്. ഇനി പൊടികൾ ചേർത്താലോ. ഒരു ടീസ്പൂൺ മുളക് പൊടി, തീ ലോ ഫ്ലെയിമിലായിരിക്കണം, ഇല്ല വെച്ച് മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോവും. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു പിഞ്ച് അളവിൽ ഗരം മസാല. അധികം ചേർത്ത് പോകരുത്, ആദ്യമേ പട്ട ഗ്രാമ്പൂ അതൊക്കെ ചേർത്തത് കൊണ്ട് മസാലൻ്റെ കുത്ത് വരും, അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി. ഇനി ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറുന്ന വരെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കാം. ഒരു 4 മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഒരു 2 തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്, ഇതും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയും ഉള്ളി പോലെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്, ഒരേ ഷേപ്പിൽ ചേർത്ത് കൊടുക്കുന്ന കേട്ടോ എപ്പോഴും നല്ലത്. ഇനി തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നോൺ സ്റ്റിക്ക് പാത്രം അല്ലാത്തത് കൊണ്ട് തന്നെ അടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്, അതുകൊണ്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം. ഒന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലോട്ട് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളവും തക്കാളിയും കൂടിയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി പാകത്തിനുള്ള ഉപ്പ്, നേരത്തെ സവാളയ്ക്ക് വേണ്ടിയുള്ള ഉപ്പല്ലേ ചേർത്തത്, ഇത് കറിക്ക് വേണ്ടിയുള്ള ഉപ്പ്. ഇനി ഇട്ടപ്പോൾ പോരെ വെച്ചാൽ കുറച്ചും ചേർത്ത് കൊടുത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. ഇനി പനീർ ചേർത്ത് കൊടുത്താലോ. ഇതുപോലെ സ്ക്വയർ ആക്കി കട്ട് ചെയ്തെടുത്ത പനീറാണ്. ഇനി ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പനീർ പൊടിയാനുള്ള ചാൻസ് കൂടുതലാണ്, പ്രത്യേകിച്ച് എൻ്റെ കയ്യിലുള്ള കരണ്ടി ഇതേപോലെ ആയതുകൊണ്ട്, അതുകൊണ്ട് പതിയെ മാത്രം ഇളക്കി കൊടുക്കുക. ഇനി ഇത് രണ്ടും കൂടി ഇരുന്ന് ഇവിടെ കിടന്നിട്ടൊന്ന് തിളക്കട്ടെ. ഈ സമയം കൊണ്ട് കുറച്ച് കാഷ്നട്ട്, ഒരു 10-15 കാഷ്നട്ട് വെള്ളത്തിൽ ഒരു 5-6 മണിക്കൂർ കുതിർത്തിയതാണ്. ഇനി ഇതിന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാൻ ഒഴിച്ചത് കുറച്ച് വെള്ളം കൂടിപ്പോയി, ഇനി അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കൂടിയാലും കുഴപ്പമില്ല കേട്ടോ. ഇനി അരച്ചെടുത്ത പേസ്റ്റ് പനിലോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് ഒഴിക്കുന്നത്. പിന്നെ മിക്സിയുടെ ജാറ് കഴുകി ആ വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഈ കാഷ്യൂ പേസ്റ്റിൻ്റെ പ്രത്യേകത പെട്ടെന്ന് കുറുക്കി കിട്ടും. കുറുക്കുക മീൻസ് കട്ടിയാവുക, അതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിന് വെള്ളം ആവശ്യമാണ്. ഇല്ല വെച്ച് ചൂടാറുമ്പോഴേക്കും കറി അങ്ങോട്ട് കട്ട പിടിച്ച് പോകും, അതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ചും കൂടി വെള്ളം ചേർക്കണ്ടേ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലോട്ട് കസ്തൂരി മേത്തിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് വേണം വെച്ച് കസ്തൂരി മേത്തി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാ ഭാഗത്തൊന്ന് പിടിച്ച ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് തിളവിന സമയത്ത് ഇതിലോട്ട് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് തിളപ്പിച്ചും കൂടെ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇഷ്ടമുള്ള ചപ്പാത്തിൻ്റെ കൂടെയോ നൂലപ്പത്തിൻ്റെ കൂടെയോ പത്തിരിയുടെ കൂടെയോ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയല്ലേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ.